ഇന്ന് ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിലെത്തിയ പുതിയ മലയാളം സിനിമയാണ് പാതിരാത്രി. പുഴു എന്ന മമ്മൂട്ടി സിനിമയുടെ സംവിധായിക റദീന സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന ത്രില്ലർ സിനിമയുടെ ആദ്യ ഷോ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ പ്രതികരണങ്ങളും കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഷോയിൽ നിന്നും സിനിമ നല്ല അഭിപ്രായങ്ങൾ, കണ്ടിരിക്കാവുന്ന ത്രില്ലർ സിനിമ തുടങ്ങിയ അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിട്ടിക്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പ്രകാരം സിനിമ ആവറേജിന് താഴെയുള്ള അഭിപ്രായങ്ങൾ, ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ സിനിമ ഒരുക്കാനുള്ള ശ്രമം അണിയറ പ്രവർത്തകർക്ക് പാട് തെറ്റിയിരിക്കുകയാണ്. പ്രഡിക്റ്റബിൾ സ്വഭാവമുള്ള സിനിമ ആകെ സിനിമയിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് സൗബിന്റെ പതിവ് പോലുള്ള മികച്ച പ്രകടനമാണ്. അതിലുപരി നവ്യ നായരുടെ പ്രകടനം ടെക്നിക്കലി വീക്ക്, സിനിമയുടെ എഴുത്ത് വീക്ക് എല്ലാം തന്നെ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു. ഇതിനിടയിൽ മറ്റെല്ലാ മേഖലയും താഴെ പോയാൽ പോലും BGM കൊണ്ട് ഞെട്ടിക്കാറുള്ള ജെക്സ് ബിജോയുടെ അടുത്ത കാലത്തെ ഏറ്റവും താഴെ തട്ടിൽ പോയ സംഗീതമായിട്ട് പാതിരാത്രി എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ പാതിരാത്രി എന്ന സിനിമ ഒട്ടുമികച്ച അഭിപ്രായങ്ങളല്ല തിയേറ്ററുകളിൽ ആദ്യ ദിവസം നേടിയെടുക്കുന്നത്. സ്ലോ പേസ് ത്രില്ലർ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള വാർത്തകൾ അറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.